മഹാഭാരതത്തിലെ വനപർവത്തിൽ അജഗരപർവം എന്ന കഥാഖ്യാനമാണ് നമ്മൾ പറഞ്ഞു വന്നത്. നായാട്ടിന് ചെന്ന ഭീമൻ ഭീമാകാരനായ ഒരു സർപ്പത്തിൻ്റെ വായിൽപ്പെടുകയും ആ സർപ്പം അഗസ്ത്യശാപം കൊണ്ട് സർപ്പശരീരം സ്വീകരിച്ച നഹുഷനാണെന്ന് അറിയുകയും ചെയ്തു. ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ ഭീമനെ വിട്ടുതരാമെന്ന് പറഞ്ഞതുകൊണ്ട് യുധിഷ്ഠിര മഹാരാജാവ് ആ നഹുഷന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണൻ ആരാണ്, ബ്രഹ്മവിദ്യ എന്താണ്, ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ആദ്യ ചോദ്യത്തിലുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് യുക്തിസഹമായ പ്രമാണങ്ങളോട് കൂടിയിട്ടുള്ള ഉത്തരം യുധിഷ്ഠിര മഹാരാജാവ് കൊടുത്തു. അതിൽ സർപ്പം സന്തുഷ്ടനാവുകയും ചെയ്തു. പക്ഷേ സർപ്പം ചുറ്റിയതുപോലെ തന്നെ യുധിഷ്ഠിര മഹാരാജാവ് നഹുഷനോടും ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യാക്രമണ രീതിയിലുള്ളതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ വളരെ രസകരമാണ്. അവരുടെ സംവാദവും നമ്മൾ പഠിക്കേണ്ടതാണ്. മഹാഭാരത പഠനത്തിൻ്റെ പ്രധാന ഉദ്ദേശ്യവും ഇതായിരിക്കണം. അതിലൂടെ തത്വജ്ഞാനത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത്. യുധിഷ്ഠിര മഹാരാജാവ് ചോദിച്ച ചോദ്യം ഇതായിരുന്നു: അങ്ങ് വേദാംഗ പാരംഗതനാണ് എന്ന് അറിയുന്നു. അപ്പോൾ എൻ്റെ സംശയം, ഏത് കർമ്മമാണ് അനുത്തമമായ ഗതി, സ്വർഗഗതി മനുഷ്യന് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നാണ്. ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥ മനുഷ്യൻ ഉണ്ടാക്കുന്നത് ഏത് കർമ്മം കൊണ്ടാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, പാത്രേ ദത്വ, സർപ്പം പറയുകയാണ്, പാത്രേ ദത്വ പ്രിയാണിക്വ സത്യമുക്ത്വാ ച ഭാരത അഹിംസ നിരത സ്വർഗം ഗച്ഛേദിതി മതിർമമ. സ്വർഗത്തിൽ പോകാനുള്ള ഗതി എന്താണ്? പാത്രേ ദത്വ, പാത്രമറിഞ്ഞ് ദാനം, അർഹിക്കുന്ന ആളിന് അർഹിക്കുന്ന രീതിയിലുള്ള ദാനം ചെയ്യുക എന്നുള്ളത്. പിന്നെ പ്രിയാണി ഉക്ത്വ, പ്രിയമായ കാര്യങ്ങൾ, ഹിതകരമായ വാക്യത്തെ പറയുക. മൂന്നാമതായിട്ട് സത്യമുക്ത്വ, സത്യം പറയുക. നാലാമതായിട്ട് അഹിംസാനിരത, അഹിംസയിൽ എന്നും സഞ്ചരിക്കുക. ഈ 4 കാര്യങ്ങൾ കൊണ്ട് മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ സാധിക്കും. അപ്പോൾ കർമ്മങ്ങൾ, ഉത്തമമായ ഗതി കിട്ടുന്ന കർമ്മങ്ങൾ ഇവയാണ്, പ്രധാനമായിട്ട് ഈ 4 എണ്ണമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ യുധിഷ്ഠിരൻ അതിൻ്റെ ഉപചോദ്യം വീണ്ടും അത് വെച്ചുകൊണ്ടുള്ള അടുത്ത ചോദ്യം ചോദിക്കുകയാണ്: ഈ ദാനം, സത്യം, ഇവയിൽ ഏതാണ് കൂടുതൽ ശ്രേഷ്ഠം? അതുപോലെ അഹിംസയും പ്രിയവാക്യവും, ഇവയിൽ ഏതാണ് ശ്രേഷ്ഠം? ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഒരു അനുഷ്ഠാനം ഉണ്ടാകുമല്ലോ, അത് ഏതാണ് എന്ന് ചോദിച്ചു. അപ്പോൾ സർപ്പം പറയുന്നു, ദാനം, സത്യം, അഹിംസ, പ്രിയം, ഇവയിൽ കാര്യഗൗരവം നോക്കിയിട്ടാണ് ഇവയുടെ ശ്രേഷ്ഠത, ഒന്നിനേക്കാൾ മറ്റൊന്ന് മെച്ചം എന്ന് പറയേണ്ടത്. എന്ന് വെച്ചാൽ സന്ദർഭത്തിനനുസരിച്ച് ചിലപ്പോൾ ദാനം ശ്രേഷ്ഠമാകും, ചിലപ്പോൾ സത്യം ദാനത്തേക്കാൾ ശ്രേഷ്ഠമായിരിക്കും. ആ അഹിംസ ചില സന്ദർഭങ്ങളിൽ ശ്രേഷ്ഠമാണ്, പക്ഷേ ചിലപ്പോൾ പ്രിയവാക്യം അഹിംസയേക്കാൾ ശ്രേഷ്ഠമായിരിക്കും. ചില സന്ദർഭങ്ങളിൽ പ്രിയവാക്യത്തേക്കാൾ അഹിംസയായിരിക്കും ശ്രേഷ്ഠമായിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും അത് വ്യത്യാസം വരും. കാരണം സന്ദർഭമനുസരിച്ചാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പലതരത്തിലാണ്. നമുക്ക് എല്ലാ സമയത്തേക്കും കൂടി ഒരു നിയമം പറയാൻ സാധിക്കുകയില്ല, എല്ലാ സമയത്തേക്കും കൂടി ഒറ്റ ആചരണം എന്ന് പറയാൻ സാധിക്കുകയില്ല. അതാണ് നമ്മുടെ വൈദിക ധർമ്മത്തിൻ്റെ ഒരു പ്രത്യേകത. അത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ കൂച്ചുവിലങ്ങിടുന്നില്ല. സന്ദർഭമനുസരിച്ച് നമ്മുടെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് നമ്മൾ പെരുമാറിക്കൊള്ളണം എന്നുള്ള കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിന് ശ്രീ മഹാഭാരതത്തിൻ്റെ വ്യാഖ്യാതാവായിട്ടുള്ള നീലകണ്ഠാചാര്യൻ ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. എന്താണ് ഈ കാര്യാപേക്ഷ? പിശുനായ അഭയം ദാതും ന സത്യം മതിമാം ത്യജേൽ സാധൂനാം അഭയായേഹ തെയേ സത്യമപി ധ്രുവം. ഇത് അളർക്കന് വേണ്ടി മദാലസ എന്ന അദ്ദേഹത്തിൻ്റെ അമ്മ അളർക്കന് കൊടുത്ത ഉപദേശമാണ് എന്നവിടെ പറയുന്നു. പുരാണങ്ങളിലുണ്ട്, മാർക്കണ്ഡേയ പുരാണത്തിലൊക്കെ ആ കഥയുണ്ട്. അപ്പോൾ പിശുനൻ എന്ന് വെച്ചാൽ ആർക്കും ഒരു സഹായവും ചെയ്യാത്ത, ആർക്കും ഉപകാരവും ചെയ്യാത്തവനായ പിശുക്കനായിട്ടുള്ള ആൾ, അല്ലെങ്കിൽ ആർക്കും ഉപകാരം ചെയ്യാത്തവനായ ആൾ. അങ്ങനെ ഒരാൾക്ക് അഭയം ദാനം ചെയ്യുക, അതൊരു നല്ല ദാനമാണ്. പക്ഷേ അതിനേക്കാൾ എന്ന സത്യം മതിമാം ത്യജേൽ, അയാൾക്ക്, അങ്ങനെ പിശുനന് അഭയം നൽകാൻ വേണ്ടിയിട്ട് സത്യത്തെ ഉപേക്ഷിക്കാൻ പാടില്ല. സത്യത്തെ വിട്ടുകൊണ്ടുള്ള ഒരു ദാനം, ആ ദാനം വാങ്ങുന്ന ആളിൻ്റെ യോഗ്യതയ്ക്കനുസരിച്ചിട്ടാണ് വ്യത്യാസപ്പെടുന്നത് എന്നർത്ഥം. അതുപോലെ സാധൂനം അഭയായേഹ തെയ്യൽ സത്യമപി ധ്രുവം, സാധുക്കൾക്ക്, സജ്ജനങ്ങൾക്ക് അഭയദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സത്യത്തെ ഉപേക്ഷിക്കേണ്ടിയും വരും എന്നുള്ളതാണ്. മഹാഭാരതത്തിൽ പല സന്ദർഭങ്ങളിലും ഇത് വന്നിട്ടുണ്ട്. മഹാഭാരതത്തിൽ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അനൃതം ച ഭവേത് സത്യം, സത്യം ചെയ്യുക അനൃതം ഭവേത്, യത് ഭൂതഹിതമത്യന്തം തത് സത്യമേതി നിശ്ചയ. ചിലപ്പോൾ നേര് അസത്യമായിട്ട് വരും,
ചിലപ്പോൾ കള്ളം സത്യമായിട്ടും വരും. ജീവജാലങ്ങൾക്ക് ഹിതകരമായിരിക്കുന്ന വാക്യത്തെയാണ് സത്യമെന്ന് പറയേണ്ടത് എന്നാണ് ഭഗവാൻ ദ്രോണാചാര്യരെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രമാണമായിട്ട് പറഞ്ഞത്. അതിനുള്ള ഒരു കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഭൂതഹത്യ ചെയ്തു. അസ്ത്രാഭ്യാസം ഇല്ലാത്തവരിൽ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് അനേകായിരം ആളുകളെ കൊന്നൊടുക്കിയ സമയത്താണ് ദ്രോണരെ വധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നേരല്ലാത്ത ഒരു കാര്യം പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് ഭഗവാൻ പറഞ്ഞത്. അത് ആ സന്ദർഭത്തിൽ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അപ്പൊ ഇങ്ങനെ ദയാ, ദാനം, സത്യം, അഹിംസ, പ്രിയം, ഈ 4 കാര്യങ്ങളുടെ ശ്രേഷ്ഠത സാന്ദർഭികമാണ്, കാര്യഗൗരവം നോക്കിയിട്ടാണ് ചെയ്യേണ്ടത് എന്നാണ് സർപ്പം പറഞ്ഞത്. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു, കഥം സ്വർഗേ ഗതി സർപ്പ കർമ്മണം ച ഫലം ധ്രുവം അശരീരസ്യ ദൃശ്യേത പ്രബ്രൂഹി വിഷയാംശമേ. അങ്ങനെ എനിക്കൊരു കാര്യം കൂടി പറഞ്ഞു തരണം. സ്വർഗത്തിലേക്കുള്ള ഗതി, അതുപോലെ കർമ്മത്തിൻ്റെ ഫലം, ഇത് രണ്ടും എങ്ങനെയാണ്? കർമ്മം കൊണ്ട് സൽക്കർമ്മം ചെയ്താൽ സ്വർഗത്തിൽ പോകാമെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ കർമ്മം ചെയ്താൽ ഏത് രീതിയിലാണ് സ്വർഗത്തിൽ പോവുക, താഴോട്ട് പതിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ രഹസ്യം അറിയണം. അശരീരസ്യ, ശരീരാഭിമാനം വിട്ട ഒരാൾ, ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് എന്താണ് ഗതി, അതും പറഞ്ഞു തരണം. അപ്പോൾ സർപ്പം പറഞ്ഞു, തിസ്രോപി ഗതയോ രാജൻ പരിദൃഷ്ടാ സ്വകർമ്മഭി മാനുഷ സ്വർഗവാസശ്ച തിര്യഗ്യോനിശ്ചതൽ ത്രിധ. 3 തരത്തിലുള്ള ഗതികളാണ് രാജാവെ മനുഷ്യർക്കുള്ളത്. സ്വന്തം കർമ്മം കൊണ്ട് നേടേണ്ടതായ ഗതികളാണിത്. എന്തൊക്കെയാണ്? ഒന്ന് മാനുഷീ ഗതി, മറ്റൊന്ന് സ്വർഗവാസം, മറ്റൊന്ന് തിര്യക് യോനികളിൽ ജനിക്കുക. തിര്യക്ക് എന്ന് വെച്ചാൽ 4 കാലികളും ഇഴജന്തുക്കളൊക്കെ ആയിട്ടുള്ള ജീവജാലങ്ങൾ, പശു, പക്ഷികൾ, സരീസൃപ, ഇഴജന്തുക്കൾ, ഇതൊക്കെ തിര്യക്കുകളാണ്. തിര്യക്ക് എന്ന് പറയാൻ കാരണം ഭൂമിക്ക് തിരശ്ചീനമായിട്ടാണ് അവയുടെ സഞ്ചാരവും അവയുടെ ഭക്ഷണം വായിൽ നിന്ന് മലദ്വാരം വരെ സഞ്ചരിക്കുന്നത് ഭൂമിക്ക് സമാന്തരമായിട്ടാണ്. നമ്മളൊക്കെ തന്നെ വായിലൂടെ കഴിച്ച് താഴോട്ടാണ് ഭക്ഷണം സഞ്ചരിക്കുന്നത്. മനുഷ്യർക്ക്, വൃക്ഷങ്ങൾക്ക്, സ്ഥാപനങ്ങൾക്ക് ഭക്ഷണം താഴെ നിന്ന് വലിച്ചെടുത്ത് മുകളിലോട്ടാണ് സഞ്ചരിക്കുന്നത്. ഇതാണ് സൃഷ്ടിയിലുള്ള പ്രധാനപ്പെട്ട ഒരു വൈവിധ്യമായിട്ട് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ തിര്യക്കുകളായിട്ട് ജനിക്കുക, മനുഷ്യനായിട്ട് ജനിക്കുക, ദേവലോകത്ത് സ്വർഗത്തിൽ പോവുക, ഈ 3 ഗതികളാണ് കർമ്മം കൊണ്ട് മനുഷ്യൻ നേടേണ്ടത്. തത്രവേ മാനുഷാൻ ലോക ദാനാദിഭിരതന്ത്രിത അഹിംസാർത്ഥ സമായുക്തൈ കാരണൈ സ്വർഗമശ്നുതേ. മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് ആലസ്യം വിട്ട് മടി വിട്ടുകൊണ്ട് ശാസ്ത്രവിധിപ്രകാരം തന്നെ ദാനം, അഹിംസ മുതലായ കാര്യങ്ങൾ, ദാനാദികൾ അഹിംസാപൂർവകമായി അഹിംസയെ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന പക്ഷം സ്വർഗത്തെ ഭുജിക്കാം, സ്വർഗത്തിൽ ചെന്ന് സുഖം അനുഭവിക്കാം. വിപരീതൈശ്ച രാജേന്ദ്ര കാരണൈർ മാനുഷോ ഭവേത് തിര്യഗ്യോനി സദാതാത വിശേഷശ്ചാത്ര വക്ഷ്യതേ. ഇതിൽ വിപരീതമായിട്ട് ദാനാദികൾ ചെയ്യാതിരിക്കുക, അഹിംസയെ അനുസരിക്കാതിരിക്കുക, അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് വിപരീത കർമ്മം ചെയ്യുന്നതിലൂടെ അവർ മനുഷ്യയോനിയിൽ ജനിക്കാം, ചിലപ്പോൾ തിര്യക് യോനികളിലും പക്ഷിമൃഗാദികളായിട്ടും ജനിക്കാം. പക്ഷികൾ മൃഗാദികളായിട്ട് ജനിക്കാൻ വിശേഷമായിട്ട് വരുന്ന ദോഷങ്ങൾ എന്താണ്? ദുഷ്കർമ്മങ്ങൾ എന്തൊക്കെയാണ്? കേവലം ഈ അഹിംസ പാലിക്കാതിരിക്കുക, ദാനം ചെയ്യാതിരിക്കുക എന്നതിലുപരിയായിട്ടും ചില കാര്യങ്ങൾ ഈ പക്ഷിമൃഗാദികളായിട്ട് ജനിക്കാൻ കാരണമായിട്ട് വരുന്നുണ്ട്. അതെന്താണ്? കാമക്രോധ സമായുക്തോ ഹിംസാ ലോഭസമന്വിത മനുഷ്യത്വാത് പരിഭ്രഷ്ട തിര്യഗ്യോനോ പ്രസൂയതേ. കാമം, ക്രോധം മുതലായവയോട് ചേർന്നിരിക്കുക, ഹിംസ, ലോഭം മുതലായവ എന്നും ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, അതിനാൽ പ്രേരിതനായിട്ട് കർമ്മം ചെയ്യുക. അങ്ങനെയുള്ള ആളുകളെ മനുഷ്യത്വത്തിൽ നിന്നും ഭ്രഷ്ടന്മാരായിട്ട്, മനുഷ്യത്വം നഷ്ടപ്പെടുകയും മനുഷ്യൻ്റെ ആ ജീവിതം നഷ്ടപ്പെടുകയും തിര്യഗ്യോനികളായിട്ട് ജനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഈ ജീവനെ എങ്ങനെയാണ് ഉദ്ധരിക്കാൻ സാധിക്കുക? തിര്യഗ്യോനിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട് മനുഷ്യരായിട്ട് ജനിക്കാം, മനുഷ്യയോനിയിൽ ജനിക്കാം. ചിലപ്പോൾ തിര്യഗ്യോനിയിൽ ജനിച്ച ഒരാൾ ദേവജന്മവും സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യാം. അതിൻ്റെ വിധി വ്യാഖ്യാനങ്ങൾ നീലകണ്ഠാചാര്യൻ ഒക്കെ തന്നെ വേദങ്ങളിൽ നിന്നും പ്രമാണത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇതിനെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വിശദമായിട്ട് അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് പശു, അശ്വ മുതലായ മൃഗങ്ങളായിട്ട് ജനിച്ച ആളുകൾക്ക് ദേവത്വം നേടി സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യാം, മനുഷ്യനായിട്ടും തീരാം. ഇനി ദേഹാഭിമാനിയാണ് ഇങ്ങനെ മനുഷ്യനായിട്ടും മൃഗങ്ങളായിട്ടും ജനിക്കുന്നതെങ്കിൽ ദേഹാഭിമാനം വിട്ട് ശാസ്ത്രാധ്യയനത്തിലൂടെ പരമായ സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ആളുകൾക്ക് എന്ത് സംഭവിക്കും? അത്തരം ആളുകൾ നിത്യമായ മഹത്തായ പരമാത്മാവിൽ സ്ഥിതനായിരിക്കുന്നു, പരമജ്ഞാനിയായിട്ട് തീരുന്നു. അവർക്ക് പിന്നെ പുനർജന്മങ്ങളില്ല. സ്വർഗത്തിൻ്റെയോ നരകത്തിൻ്റെയോ ബന്ധനങ്ങൾ അവർക്കില്ല, മനുഷ്യ ജീവിതത്തിൻ്റെ ബന്ധനവുമില്ല. ബന്ധനം മറ്റ് അവർ
മുക്താവസ്ഥയെ പ്രാപിക്കുന്നു എന്നർത്ഥം. പരമാത്മാവിൽ സ്ഥിതനായിരിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം അതാണ്, മോക്ഷാവസ്ഥയാണ്. ഉടനെ യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുന്നു, മഹാത്മാവേ, ഈ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, നമ്മുടെ ഇന്ദ്രിയങ്ങൾ, 5 ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തന മേഖലയാണ്, വിഷയങ്ങളാണ് ഈ 5 കാര്യങ്ങൾ: ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. നമ്മുടെ ഭൂമിയുടെ ഗന്ധം, ജലത്തിൻ്റെ രസം, അഗ്നിയുടെ രൂപം, വായുവിൻ്റെ സ്പർശം, ആകാശത്തിൻ്റെ ശബ്ദം മുതലായവ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളുടെ അധിഷ്ഠാനം എന്താണ് എന്ന് ചോദിച്ചു. ഈ 5 വിഷയങ്ങളെ ഏതെങ്കിലും 2 എണ്ണം ഒരുമിച്ച് അനുഭവിക്കാൻ സാധിക്കുമോ? ഒന്നിലധികം വിഷയങ്ങളെ ഒരുമിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമോ? അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ എന്നും ചോദിച്ചു. അപ്പോൾ സർപ്പം പറയുകയാണ്, ആത്മാവെന്ന് പറയുന്ന ദ്രവ്യത്തെ ദേഹം വഹിക്കുകയാണ്. ദേഹം എന്ന് വെച്ചാൽ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, 3 ശരീരങ്ങൾ ചേർന്നതാണ് ശരീരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ശരീരം സ്ഥൂല, സൂക്ഷ്മ, കാരണ ശരീരങ്ങൾ ചേർന്ന് ആത്മാവെന്ന ദ്രവ്യത്തെ വഹിക്കുന്നു. ജ്ഞാനം, ബുദ്ധി, മനസ്സ്, ഈ 3 കരണങ്ങളെ കൊണ്ട് ആണ് ആത്മാവ് ഈ ദേഹത്തിൽ ഇരുന്നു കൊണ്ട് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ ആത്മാവിന് ഭോഗത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള കരണങ്ങളാണ് ജ്ഞാനവും ബുദ്ധിയും അതുപോലെ മനസ്സും. ആത്മാവിന് വേണ്ടിയാണ് ഈ ഭോഗ വിഷയങ്ങളെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഇപ്പം 3 വിഷയങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ആത്മാവ് ഈ വിഷയങ്ങളെ ഭുജിക്കാൻ വേണ്ടിയിട്ട് ഭ്രൂമധ്യത്തിൽ, അതായത് നമ്മുടെ പുരികങ്ങളുടെ മധ്യത്തിൽ അവസ്ഥിതനായിരുന്നു കൊണ്ട് ബുദ്ധിയെ തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കുകയും ബുദ്ധി ജ്ഞാന സമേതനായിട്ട് മനസ്സോട് കൂടിയിട്ട് ഈ വിഷയങ്ങളിൽ സഞ്ചരിച്ച് അവയെ നേടാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യും. മനസ്സും അതുതന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ബുദ്ധിക്ക് ഉത്തരകാലത്ത് എന്ന് വെച്ചാൽ പിന്നീട് ദീർഘകാലത്തെ ഭോഗ അനുഭവത്തിന് ശേഷം ബുദ്ധിക്ക് എന്തുവരും? ബോധം വരികയും അതിലൂടെ പരമജ്ഞാനത്തിലേക്ക് എത്തുകയും ഈ ആത്മാവിന് അങ്ങനെ മോക്ഷം സംഭവിക്കുകയും ചെയ്യും. ഇതാണ് ക്ഷേത്രജ്ഞ ഭാവനമായ വിധി എന്നും പറഞ്ഞു. അതായത് ആത്മാവിന് ആത്മജ്ഞാനം വരുന്നതോട് കൂടിയിട്ട് ബുദ്ധിയും മനസ്സും ഈ വിഷയങ്ങൾ സഞ്ചരിക്കുന്നത് നിർത്തുമ്പോൾ ആത്മാവ് മുക്തനായിത്തീരുന്നു, ശരീരവുമായിട്ടുള്ള ബന്ധം ഇല്ലാതെയാകുന്നു. ഇനി ഈ വിഷയങ്ങൾ ഒരുമിച്ച് അനുഭവിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചതിന് ഉത്തരം എന്താണ്? ഈ മനസ്സാണ് വിഷയത്തെ അനുഭവിക്കാനുള്ള ഒരു കാരണമായതുകൊണ്ട്, മനസ്സുകൊണ്ട് തന്നെയാണ് വിഷയം അനുഭവിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് ഒന്നിലധികം വിഷയങ്ങളെ ഒരേ സമയത്ത് അനുഭവിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ഒരു വസ്തു കാണുമ്പോൾ കാഴ്ചയുടെ അനുഭവം കേൾവിയുടെ അനുഭവം എന്ന് പറയുന്നതും വ്യത്യസ്തമായിട്ടാണ് ഉള്ളത് എന്നർത്ഥം. രണ്ടും കൂടി ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് നമ്മളിൽ പ്രവർത്തിക്കുന്നില്ല. കണ്ട വസ്തുവിനെ നമ്മൾ മനസ്സുകൊണ്ട് വിലയിരുത്തിയ ശേഷമാണ് ആ ശ്രവണം അവിടെ നടക്കുക. അപ്പോൾ ഒരേ സമയത്തല്ല, ഒന്നിനു ശേഷമാണ് മറ്റൊന്ന് നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതിൽ നിന്ന്. ഈ ഉത്തരം പറഞ്ഞു കേട്ടപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, മനസ്സ്, ബുദ്ധി ഇവയുടെ ലക്ഷണം എന്താണ്? അതിനെ അറിഞ്ഞിട്ടാണല്ലോ ആധ്യാത്മികവാദികൾ ജ്ഞാനത്തെ നേടുന്നത്. അതുകൊണ്ട് ഇത് അറിഞ്ഞല്ലേ പറ്റൂ, അതെന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ സർപ്പം പറഞ്ഞു, ബുദ്ധി ആത്മാവിനെ അനുസരിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞു. ആത്മാവിന് ഭോഗവും മോക്ഷവും രണ്ടും ആത്മാവിന് ഉണ്ടാക്കി കൊടുക്കുന്നത് ബുദ്ധിയാണ്. വിഷയങ്ങൾ സഞ്ചരിച്ച് ഭോഗമുണ്ടാക്കി കൊടുക്കുന്നു. വിഷയങ്ങളിൽ നിന്ന് തന്നെ വേർപെടുത്തിയിട്ട് ആത്മാവിന് മോക്ഷവും നൽകാൻ സഹായിക്കുന്നത് ബുദ്ധി എന്ന അവയവമാണ്. പക്ഷേ ആ ബുദ്ധി ആത്മാവിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതുപോലെ ബുദ്ധിയെ ആശ്രയിച്ചാണ് മനസ്സ് നിലകൊള്ളുന്നത്. ബുദ്ധിയുടെ ഗുണവിധാനങ്ങളാൽ, സത്വഗുണം, രജോഗുണം, തമോഗുണം മുതലായ ഗുണവിധാനങ്ങളാൽ മനസ്സും ഗുണാത്മകമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. പക്ഷെ ഒരു വ്യത്യാസം എന്താണ്? ബുദ്ധി കാര്യാരംഭത്തിൽ ജനിക്കുന്നു, ഉത്പദ്യതേ എന്നുള്ളതാണ് ബുദ്ധിയുടെ പ്രത്യേകത. മനസ്സെന്താണ്? മനസ്സ് ഉൽപ്പന്നം ആണ്. എന്ന് വെച്ചാൽ ബുദ്ധി ഓരോ വിഷയങ്ങൾ അനുഭവിക്കേണ്ട ഘട്ടത്തിൽ മാത്രം പ്രവർത്തിച്ച് അത് തനിയെ അടങ്ങുന്നു. എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നില്ല. പക്ഷെ മനസ്സ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സ് വിഷയത്തിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ വഴിയായിട്ട് എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ആ വിഷയത്തെ അനുഭവിക്കേണ്ട ഘട്ടത്തിലാണ് ബുദ്ധി പ്രവർത്തിക്കുന്നത്. ഇത് സുഖമാണോ, ഇത് ദുഃഖമാണോ എന്ന് തീരുമാനിക്കുന്നത് ആ ബുദ്ധി ആ സമയത്ത് ഉദിച്ച് അത് പ്രവർത്തിച്ച് വേണ്ട കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് സ്വയം അടങ്ങുകയും ചെയ്യും. അതാണ് ബുദ്ധിയുടെ സ്വഭാവം. ഈ ബുദ്ധി, മനസ്സ് എന്നിവയെ ഇങ്ങനെ വിവേചനം ചെയ്ത സമയത്ത് യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു, അങ്ങ് മഹാബുദ്ധിമാൻ തന്നെയാണ്, അങ്ങ് അറിയേണ്ടതിനെ അറിഞ്ഞിരിക്കുന്നു, പക്ഷെ അങ്ങ് സർവജ്ഞനാണ്. പക്ഷെ എന്നിട്ടും സർവജ്ഞനായ അങ്ങക്ക് എങ്ങനെയാണ് സ്വർഗത്തിൽ വരെ ചെല്ലാൻ സാധിച്ചിട്ടും ഇങ്ങനൊരു മോഹം ആവേശിച്ചിട്ട്
സർപ്പമായി തീരേണ്ടി വന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ സർപ്പം പറഞ്ഞു, യുധിഷ്ഠിര, സുപ്രജ്ഞമപി ചേച്ഛൂരം ഋദ്ധിർമോഹയത്തെ നരം വർത്തമാന സുഖേ സർവോ മുഹ്യതീതി മതിർമമ. എൻ്റെ അഭിപ്രായത്തിൽ മഹാബുദ്ധിശാലിയായാലും ശൂരനായി കഴിഞ്ഞാലും വലിയ വളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ, വലിയ ഒരു സമൃദ്ധി വന്നു ചേർന്നാൽ, വലിയൊരു ഉന്നതമായ പദവി നേടിക്കഴിഞ്ഞാൽ, സുഖത്തെ നേടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വർത്തമാന സുഖേ സർവഹ, സുഖത്തിൽ വർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മുഹ്യതീതി മധുർമമ, മോഹിച്ചു പോകും, അവിവേകം വന്നു പോകും, അഹങ്കാരിയായി പോകും. അപ്പോൾ നമ്മൾ അവിവേകം പ്രവർത്തിച്ച് അവനവന് തന്നെ ദുഃഖം ആപത്ത് ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഇത് മനുഷ്യന്റെ സ്വഭാവമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ മനുഷ്യന്റെ പുരോഗതി, മനുഷ്യന്റെ അഭിവൃദ്ധി, മനുഷ്യന്റെ ഐശ്വര്യം, പദവി, ഇതൊക്കെ തന്നെ മനുഷ്യനെ തെറ്റായ വഴിയിലേക്ക് നയിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അധപ്പതിച്ചത്. ഇന്ന് നിന്നെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഉത്ബോധിപ്പിക്കുകയാണ്. നിന്നോട് ഈ നല്ല കാര്യങ്ങൾ, ആധ്യാത്മിക കാര്യങ്ങൾ പറഞ്ഞതിലൂടെ എനിക്കിതാ ശാപമോക്ഷവും സംഭവിച്ചിരിക്കുന്നു. പണ്ട് ആകാശത്തിൽ ദിവ്യവിമാനങ്ങളിൽ ഞാൻ സഞ്ചരിച്ചു. അഭിമാനം കൊണ്ട് ഞാൻ മതോന്മത്തനായി ജീവിച്ചു. ബ്രഹ്മർഷികള്, ദേവന്മാര്, ഗന്ധർവന്മാര്, യക്ഷന്മാര്, രക്ഷസുകള്, പന്നകന്മാര്, ഇവരൊക്കെ തന്നെ എനിക്ക് നികുതി തന്നിട്ട് ആണ് എന്നെ ഊട്ടി വളർത്തിയത്. ഞാൻ അവരുടെ ധനം ആഹരിച്ചു കൊണ്ടാണ് സുഖമായി ജീവിച്ചതും. അങ്ങനെ 3 ലോകത്തിലുള്ളവരും എന്നെ അനുസരിച്ച് ജീവിച്ചു. അങ്ങനെ ഒരു ആധിപത്യം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മാത്രമല്ല, എനിക്ക് മറ്റൊരു സിദ്ധി ഉണ്ടായിരുന്നു. ചക്ഷുഷായും പ്രപശ്യാമി പ്രാണിനം പൃഥിവീപതേ തസ്യ തേജോ ഹരാമ്യാശു തദ്ധി ദൃഷ്ടേർബലം മമ. എൻ്റെ കണ്ണിന്, എൻ്റെ ദൃഷ്ടിക്ക് ഒരു പ്രത്യേക ബലമുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഏതേത് പ്രാണികളെ കാണുന്നുവോ ആ പ്രാണിയുടെ തേജസ്സിനെ ഞാൻ ആഹരിക്കും, ആ പ്രാണിയുടെ തേജസ്സിനെ ഞാൻ സ്വീകരിക്കും. ആ പ്രാണിയുടെ തേജസ് കുറയും, എൻ്റെ തേജസ് വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഭീമനെ തന്നെ ഇങ്ങനെ പിടികൂടാൻ സാധിച്ചത് അതുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയുള്ളൊരു പ്രത്യേകമായ സിദ്ധി എൻ്റെ ദൃഷ്ടിക്കുണ്ടായിരുന്നു. ഏത് പ്രാണിയുടെയും തേജസ്സിനെ അപഹരിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു എനിക്ക്. ആയിരക്കണക്കിന് ബ്രഹ്മർഷിമാർ എൻ്റെ പല്ലക്ക ചുമന്ന് നടന്നു. അങ്ങനെ അവരെ കൊണ്ട് പല്ലക്ക ചുമപ്പിക്കാൻ പ്രേരിപ്പിച്ചത് കൊണ്ടാണ്, ഞാൻ ആ അത്യാചാരം ചെയ്തത് കൊണ്ടാണ് ശ്രേയസ് നഷ്ടപ്പെട്ട് ഇങ്ങനെ ഭ്രംശിക്കപ്പെട്ട് സർപ്പമായി തീർന്നത്. അന്നൊരിക്കൽ അഗസ്ത്യ മഹർഷിയെ ഞാൻ പല്ലക്കിന് വേഗത പോരാഞ്ഞിട്ട് ചവിട്ടുകയും അപ്പോൾ അദ്ദേഹം എന്നെ സർപ്പമായി പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ സർപ്പമായിട്ട് ആ ദൈവികമായ വിമാനത്തിൽ നിന്ന് താഴോട്ട് പതിച്ചു. സർപ്പമാകുന്ന സമയത്ത് ശാപമോക്ഷം തന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, യുധിഷ്ഠിരരുമായിട്ട് സംഭാഷണം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങേക്ക് പുണ്യലോകങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും, ശാപമോക്ഷം ഉണ്ടാകും എന്ന് പറഞ്ഞു. അഗസ്ത്യ മഹർഷിയുടെ, ബ്രാഹ്മണശ്രേഷ്ഠനായ അഗസ്ത്യന്റെ ആ പ്രഭാവം കണ്ടിട്ടാണ് ഞാൻ അങ്ങയോട് ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ചും ബ്രാഹ്മണനെക്കുറിച്ചും ചില ചോദ്യങ്ങൾ ചോദിച്ചതും. അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. സത്യം ദമസ്തപോ ദാനമഹിംസ ധർമ്മനിത്യത സാധകാനി സദാ പുംസം ന ജാതി ന കുലം നൃപ. സത്യം, ദമം, തപസ്, ദാനം, അഹിംസ, നിത്യമായ ധർമാനുഷ്ഠാനം, ഇവയാണ് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധകങ്ങൾ. അതാണ് ഒരു മനുഷ്യനെ ബ്രാഹ്മണനാക്കുന്നത്. ന ജാതി ന കുലം നൃപ. അല്ലയോ രാജാവേ, ജനിച്ച കുലമഹിമ കൊണ്ടോ ജാതിയുടെ മഹിമ കൊണ്ടോ അല്ല ഒരാൾ ബ്രാഹ്മണനാകുന്നത്, ശ്രേഷ്ഠനാകുന്നത്, വിദ്വാനാകുന്നത്. സത്യം, ഇന്ദ്രിയ നിഗ്രഹം, തപസ്, ദാനം, അഹിംസ, ധർമ്മത്തിലുള്ള പ്രവൃത്തി, ഇവയൊക്കെയാണ് മനുഷ്യനെ ബ്രാഹ്മണനാക്കുന്നത് എന്ന് അങ്ങ് പറഞ്ഞു തന്നത് വളരെ ഏറ്റവും ശ്രേഷ്ഠമായ ഉത്തരമാണ്, പരമസത്യവുമാണ്. ഇതാ അങ്ങയുടെ അനുജൻ ഭീമന് അരിഷ്ടം വന്നിരിക്കുന്നു, എല്ലാ തരത്തിലുള്ള ദുഃഖവും നീങ്ങിയിരിക്കുന്നു, ഞാൻ അവനെ മോചിപ്പിച്ചിരിക്കുന്നു എന്ന്, ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹം ആ പെരുമ്പാമ്പന്റെ ശരീരം വിട്ടുകൊണ്ട് ദിവ്യരൂപം ധരിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് ഉയർന്നു പൊങ്ങി പോവുകയും ചെയ്തു. യുധിഷ്ഠിരനും ഭീമനും കൂടെ ഉണ്ടായിരുന്ന ധൗമ്യ മഹർഷിയും, ഈ 3 പേരെ ഈ സംഭാഷണത്തിൽ സാക്ഷികളായി ഉണ്ടായിരുന്നുള്ളൂ. അവർ ആശ്രമത്തിലേക്ക് തിരിച്ചു വന്നു. അവിടെ ഉണ്ടായിരുന്ന മറ്റ് ബ്രാഹ്മണരോടും തൻ്റെ 3 സഹോദരങ്ങളോടും പാഞ്ചാലിയോടും ഈ കഥ പറഞ്ഞു. അവർക്ക് വിസ്മയമുണ്ടായി. പാഞ്ചാലി അടക്കമുള്ള മറ്റ് 3 സഹോദരങ്ങളും ഭീമന് സംഭവിച്ച ഈ കഥ കേട്ട് അവർ ലജ്ജിച്ചു തലതാഴ്ത്തി. സുവ്രീഡിതാഹ, ലജ്ജയുണ്ടായി. എന്താണ്? തൻ്റെ ബലം കൊണ്ട്, ശൗര്യം കൊണ്ടും ബലം കൊണ്ടും അഹന്ത കാണിച്ച ഭീമനുണ്ടായ ആ ഒരു ദയനീയമായ അവസ്ഥ, മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത അവസ്ഥ, അത് കേട്ടിട്ടാണ് അവർക്ക് ലജ്ജയുണ്ടായത്. ആ കൂടി നിന്ന ബ്രാഹ്മണർ ഭീമനോട് പറഞ്ഞു, മൈവം ഇത്യബ്രുവൻ ഭീമം ഗർഹേന്തോസ്യ സാഹസം മൈവം മാ ഏവം. ഇനി മുതൽ ഇങ്ങനെ ചെയ്യരുത് ഭീമ. എന്താണ്? അസ്യ സാഹസം ഗർഹയന്തഃ. ആ ബ്രാഹ്മണര് ഭീമന്റെ സാഹസത്തെ നിന്ദിച്ചു. ബലമുണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ അത് ആവശ്യത്തിനും അനാവശ്യത്തിനും എടുത്ത് പ്രയോഗിച്ചാൽ വലിയ അപകടങ്ങളിൽ ചെന്ന് വീഴും എന്ന കാര്യം ഭീമന് അവർ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഈ കഥയുടെ ഒരു സന്ദേശവും.